നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ സാലറി 10,000, ഇൻഷുറൻസ് 8,000, റെന്റ് റിസീവ്ഡ് 5,000, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2,000, ഫർണിച്ചർ 10,000 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാം. പക്ഷെ നമുക്ക് എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ്സ് ചോദിക്കും. അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുമ്പോഴായിരിക്കും നമുക്കത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ₹2,000, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ₹1,000, rent accrued ₹500, interest received in advance ₹200, depreciation furniture at 10%. ഇത് നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് എവിടെ കാണിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. കാണാതെ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ടും ഇത് മനസ്സിലാക്കി നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വന്നാല് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസിൽ മാർക്ക് ചെയ്യണം ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെന്ന്. അത് ക്വസ്റ്റ്യനിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് നോക്കി അവിടെ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇതിപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ്മെന്റ് വന്നേക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ടാലിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഏതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? സാലറി. സാലറിയിൽ എമൗണ്ട് തന്നിരിക്കുന്നത് 10,000. പക്ഷെ എന്താണ് അവിടെ പ്രോബ്ലം? നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത്? സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ₹2,000. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ₹2,000. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്? ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ അത് കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് സാലറിയുടെ എമൗണ്ട് എത്രയാ? 10,000. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് എപ്പോഴും നമ്മൾ എവിടെയാ എഴുതേണ്ടത്? ഇന്നർ കോളത്തിൽ എഴുതാവും. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ₹2,000. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ആയി പക്ഷെ നമ്മൾ അത് പേ ചെയ്തിട്ടില്ല. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എപ്പോഴും നമുക്ക് എന്തായിരിക്കും? അതൊരു ബാധ്യതയായിരിക്കും. അത് കൊടുക്കാനുള്ളതാണ്. അതായത് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ അത് പേ ചെയ്തിരിക്കണം. അപ്പൊ സാലറിയുടെ കൂടെ ഇത് ഏത് സൈഡാ? ഇത് എക്സ്പെൻസ് സൈഡ് അല്ലേ? അപ്പൊ എക്സ്പെൻസ് സൈഡിലാണ് നമ്മൾ എന്ത് കാണിക്കേണ്ടത്? സാലറി കാണിക്കേണ്ടത്. സാലറിയുടെ കൂടെ എന്തും കൂടെ കൊടുക്കാനുണ്ട്? ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാ? 2,000. നമുക്ക് 2,000 കൂടെ എന്ത് ചെയ്യാനുണ്ട്? കൊടുക്കാനുണ്ട്. അപ്പൊ എത്രയാ? 10,000 പ്ലസ് 2,000 12,000. ഇത് മനസ്സിലായോ? സാലറി എന്ന് പറയുന്നത് 10,000 ആയിരുന്നു. പക്ഷെ അതിൽ എന്ത് കൊടുക്കാനുണ്ട്? സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു 2,000 കൂടെ കൊടുക്കാനുണ്ട്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് വരുമ്പോ നമ്മൾ അതിനെ എന്ത് ചെയ്ത് കാണിക്കണം? അതിനെ ആഡ് ചെയ്ത് കാണിക്കണം. കാരണം അതും നമുക്കൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആഡ് ചെയ്ത് കാണിക്കേണ്ടത്. അടുത്തത് ഇൻഷുറൻസ് ₹8,000. പക്ഷെ അതിലും എന്തുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താ അഡ്ജസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്? ഇൻഷുറൻസ് പ്രീപെയ്ഡ് ₹1,000. ഇൻഷുറൻസ് നമുക്ക് എപ്പോഴും എന്താ? ഒരു എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് നമുക്ക് അടയ്ക്കാനുള്ളത് ഒരു എക്സ്പെൻസ് ആണ്. അത് എത്രയാണ്? 8,000 അല്ലെ? ഇനി ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഷുറൻസ് പ്രീപെയ്ഡ് മുൻകൂട്ടി നമ്മൾ എത്ര അടച്ചു? 1,000 അടച്ചു. അപ്പൊ അതിനെ എന്ത് ചെയ്ത് കാണിക്കണം? ലെസ് ചെയ്ത്. ലെസ് പ്രീപെയ്ഡ്. നമ്മൾ മുൻകൂട്ടി ഒരു 1,000 അടച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ എന്ത് ചെയ്ത് കാണിക്കണം? ലെസ് ചെയ്ത് നമ്മൾ കാണിക്കണം. മനസ്സിലായോ? ഔട്ട്സ്റ്റാൻഡിംഗ് വരുവാണെങ്കിൽ അത് ആഡ് ചെയ്തും പ്രീപെയ്ഡ് വരുവാണെങ്കിൽ അതിനെ ലെസ് ചെയ്തും കാണിക്കണം. അടുത്തത് റെന്റ് റിസീവ്ഡ് 5,000. റെന്റ് നമുക്ക് കിട്ടി 5,000. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിനകത്ത് റെന്റ് അക്രൂഡ് ₹500. എന്തായിരുന്നു അക്രൂഡ് എന്ന് പറഞ്ഞാൽ? ഏൺ ചെയ്തു ബട്ട് അത് കയ്യില് കിട്ടിയിട്ടില്ല. അപ്പൊ റിസീവ് ചെയ്യുന്നത്, നമുക്ക് റെന്റ് കിട്ടുന്നത് എന്താ? നമുക്കതൊരു ഇൻകം അല്ലേ? ഇൻകം നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കുന്നത്? നമ്മള് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. റെന്റ് എത്ര കിട്ടി? 5,000 അല്ലെ? അപ്പൊ അക്രൂഡ് നമുക്ക് എന്താണ്? ഏൺ ചെയ്തു. ഒരു 500 കൂടെ നമ്മൾ ഏൺ ചെയ്തു പക്ഷെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതെന്തായാലും കയ്യിൽ കിട്ടാനുള്ളതാണ്. അത് നമുക്ക് തന്നെ കിട്ടാനുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്ത് കാണിക്കും? ആഡ് ചെയ്ത് കാണിക്കും. ആഡ് അക്രൂഡ്. എത്രയാ? 500. കാരണം എന്താ ആഡ് ചെയ്തേ? നമുക്കത് കിട്ടാനുള്ളത് തന്നെയാ. 5,000ന്റെ കൂടെ 500 കൂടെ നമുക്ക് കിട്ടാനുള്ളത് തന്നെയാ.
അതെന്നാണെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് നമുക്കൊരു ഇൻകം ആണ്. അതിനെ ആഡ് ചെയ്ത് നമ്മൾ കാണിച്ചു. അടുത്തത് എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അതും റിസീവ്. അപ്പൊ നമുക്ക് അതൊരു ഇൻകം ആണ്. എത്രയാ? 2000. പക്ഷെ അതിലും എന്തുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താ അഡ്ജസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 200. നമുക്ക് ഒരു 200 മുൻകൂട്ടി കിട്ടി. നമുക്ക് അഡ്വാൻസ് കിട്ടിയാൽ എന്താ? അത് ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ അത് നമ്മൾ കാണിക്കോ? ഇല്ലല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് ആദ്യം ഇതിവിടെ കാണിക്കാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്രയാ? 2000. അഡ്വാൻസ് ആയിട്ട് നമുക്ക് അത് കിട്ടി. എത്രയാ കിട്ടിയേ? ലെസ് അഡ്വാൻസ്. അഡ്വാൻസിന് എന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്യണം. കാരണം ഇത് ഓൾറെഡി നമ്മളുടെ കയ്യിൽ കിട്ടിയതാണ്. എത്രയാ കിട്ടിയത്? 200,800. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2000. അതില് അഡ്വാൻസ് കിട്ടിയതാണ്. അഡ്വാൻസിനെ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം? ലെസ് ചെയ്ത് കാണിക്കണം. 2000 നിന്ന് 200 ലെസ് ചെയ്ത് 1800. അടുത്തത് എന്താണ്? ഫർണിച്ചർ റുപ്പീസ് 10,000. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർണിച്ചർ എന്താണ്? ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റിനെ നമ്മൾ എപ്പോഴും എവിടെയാ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിലാണ് ഫിക്സഡ് അസറ്റിനെ നമ്മൾ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഡിപ്രീസിയേഷൻ ഫർണിച്ചർ അറ്റ് 10%. എന്നാൽ ഡിപ്രീസിയേഷനെ നമ്മൾ എവിടെ കാണിക്കുന്നുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് മാത്രമേ നമ്മൾ എവിടെ കാണിക്കാവൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാവൂ. ഇപ്പോൾ ഫർണിച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000. ഫർണിച്ചറിന്റെ വാല്യൂ 10,000 ആണ്. എത്ര പെർസെന്റേജ് ആണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചത്? 10%. സോ 10 ഡിവൈഡഡ് ബൈ 100,000. ഇതാണ് ഡിപ്രീസിയേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ആ ഡിപ്രീസിയേഷൻ സംഭവിച്ചത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമുക്കതൊരു നഷ്ടമാണ്. അപ്പൊ അത് നമ്മൾ എവിടെ കാണിക്കണം? ഡിപ്രീസിയേഷൻ എവിടെ കാണിക്കണം? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്പെൻസ് സൈഡില് ഡിപ്രീസിയേഷൻ കാണിക്കണം. എത്രയാ ഡിപ്രീസിയേഷന്റെ വാല്യൂ? 1000 മാത്രമേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മൾ ഡിപ്രീസിയേഷന്റെ വാല്യൂ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഫർണിച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അതൊരു അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് നമ്മൾ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. എന്നാൽ ഡിപ്രീസിയേഷൻ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും.